ഡയമെൻഷണൽ അനാലിസിസിൻ്റെ മൂന്നാമത്തെ ഉപയോഗമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ടു ഡിറൈവ് എ ഫിസിക്കൽ ഇക്വേഷൻ, ഒരു ഭൗതിക സമവാക്യം രൂപീകരിക്കാൻ. അതിൽ നമുക്ക് അടുത്തതായിട്ട് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഡിറൈവ് എൻ ഇക്വേഷൻ ഫോർ ദ കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഓഫ് മാസ് m ആൻഡ് വെലോസിറ്റി v ബൈ ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ്. m മാസും v പ്രവേഗവുമുള്ള ഒരു വസ്തുവിൻ്റെ ഗതികോർജം കണക്കാക്കാനുള്ള സമവാക്യം ഡയമെൻഷൻസ് ഉപയോഗിച്ച് രൂപീകരിക്കുക. അപ്പോൾ ഒരു ബോഡിയുടെ, ഒരു വസ്തുവിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ആദ്യം കൈനറ്റിക് എനർജിക്ക് E എന്ന സിമ്പൽ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതൊക്കെ കാര്യങ്ങൾക്കനുസരിച്ച് മാറാം, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തേക്കാം എന്നാണ് നമ്മൾ എടുക്കുക. നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെ വാല്യൂസാണ്? ബോഡിയുടെ മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ മാസിന് നമുക്ക് m എന്നുള്ള സിമ്പൽ ഉപയോഗിക്കാം. ദെൻ വെലോസിറ്റി തന്നിട്ടുണ്ട്, വെലോസിറ്റിക്ക് v എന്നുള്ള സിമ്പലും ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ കൈനറ്റിക് എനർജി ഇക്വേഷനിൽ കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയെ അഫക്റ്റ് ചെയ്തേക്കാം എന്ന് നമ്മൾ ഗസ് ചെയ്യണ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മാസും വെലോസിറ്റിയും ആണ്. സോ നമുക്കത് എഴുതാം. കൈനറ്റിക് എനർജി E എന്ന് കൊടുക്കാം അല്ലേ. E പ്രപ്പോർഷണൽ ടു എന്തൊക്കെയാണ്? മാസ്, അത് കഴിഞ്ഞാൽ വെലോസിറ്റി. ഇനി വെറുതെ m എന്ന് കൊടുത്താൽ പോരാ, നമുക്കതിന് ഓരോ പവർ അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ എമ്മിന് നമുക്ക് x എന്നുള്ള പവർ കൊടുക്കാം, വിക്ക് y എന്നുള്ള പവറും കൊടുക്കാം. നമുക്കറിയില്ല മാസിൻ്റെ ഏത് പവറിനെയാണ് കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യണത്. ചിലപ്പോൾ സ്ക്വയർ വരാം, ചിലപ്പോൾ തേർഡ് പവർ വരാം, എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ അത് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മളിവിടെ ഓരോ അൺനോൺ പവർ എക്സും വൈയും കൊടുത്തിരിക്കുവാണ്. നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എക്സും വൈയും അൺനോൺ പവേഴ്സാണ്. നമ്മൾ ചെയ്യേണ്ടത് ഡയമെൻഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ഈ എക്സ്പ്രഷനിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ അല്ലേ, പ്രപ്പോർഷണാലിറ്റി ചിഹ്നം വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി ഇതിനെന്ത് ചെയ്യണം? ഇക്വേഷനാക്കി മാറ്റണം. ഇക്വേഷനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ E ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നമ്മൾ പ്രപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റിയിട്ട് ഈക്വൽ സൈൻ ചേർത്തിരിക്കുവാണ്. സോ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കോൺസ്റ്റൻറ്റ് ചേർക്കണം. കോൺസ്റ്റൻറ്റിൻ്റെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാസിൻ്റെയും വെലോസിറ്റിയുടെയും വാല്യൂസ് നമുക്കവിടെ കൊടുക്കാം. സോ m റേസ് ടു x ആൻഡ് v റേസ് ടു y. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്ക് കാണിക്കാം. ഇപ്പോൾ ഈ ഇക്വേഷനിൽ 2 ടേംസ് അല്ലേ ഉള്ളത്. സമത്തിൻ്റെ ഇപ്പുറത്ത് LHSൽ ഒരു ടേം, ദെൻ സമത്തിൻ്റെ ഇപ്പുറത്ത് ഇത് ഒന്നിച്ച് ഒരു ടേം. അപ്പോൾ അതിലാണെങ്കിൽ നമുക്ക് 3 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ. കൈനറ്റിക് എനർജി ഉണ്ട്, മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഈ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്കും അതാതിൻ്റെ ഡയമെൻഷൻസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഡയമെൻഷൻസ് കൊടുത്ത് എഴുതി നോക്കാം. ഫസ്റ്റ് കൈനറ്റിക് എനർജി അല്ലേ. കൈനറ്റിക് എനർജി എല്ലാ എനർജിക്കും ഒരേ ഡയമെൻഷൻ തന്നെയാണ് അല്ലേ. എന്തായിരുന്നു എനർജിയുടെ ഡയമെൻഷൻ? L സ്ക്വയർ T റേസ് ടു -2 എനർജിയുടെ ഡയമെൻഷനായി. ദെൻ ഈക്വൽ ടു, അത് കഴിഞ്ഞാൽ പിന്നെയുള്ള എന്താണ്? പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ന്യൂമറിക്കൽ വാല്യൂ ആണ്, അതിനെന്തില്ല? ഡയമെൻഷൻ ഇല്ല. അപ്പോൾ ഡയമെൻഷൻസ് വരുന്ന ഇക്വേഷനിൽ നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാം. അടുത്തായിട്ട് വരുന്നത് മാസാണ്. മാസിൻ്റെ ഡയമെൻഷൻ ഫണ്ടമെൻ്റൽ ഡയമെൻഷനാണ്, നമുക്കറിയാം m അല്ലേ. പിന്നെയുള്ള എന്താണ്? മാസിന് ഒരു പവർ നമ്മൾ കൊടുത്തിട്ടുണ്ട് x. അപ്പം മാസിൻ്റെ ഡയമെൻഷൻ എഴുതി കഴിഞ്ഞ് അതേ പവർ നമ്മളിവിടെ കൊടുക്കണം. സോ m റേസ് ടു x. ഇനി അടുത്തതായിട്ട് v വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മളിവിടെ കൊടുക്കുക. എന്തായിരുന്നു വെലോസിറ്റിയുടെ ഡയമെൻഷൻ? L T റേസ് ടു -1.
ഓക്കെ, അപ്പോൾ വെലോസിറ്റിക്ക് നമ്മളിവിടെ ഡയമെൻഷൻ കൊടുത്തപ്പം ഇതിൻ്റെ കൂടെ ഇങ്ങനെ 2 വാല്യൂസ് ആയിട്ടല്ലേ വന്നിരിക്കണേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒരു ബ്രാക്കറ്റിൽ ആക്കാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനൊരു പവറുണ്ട്, വെലോസിറ്റിക്ക് ഒരു പവറുണ്ട് അല്ലേ, y. അത് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടിനും കൂടെ ആ പവർ ബാധകമാണെന്നാണ് അർത്ഥം. അതല്ല എങ്കിൽ ഇതിന് മാത്രമായിട്ടായി പോവും. അങ്ങനെ പറ്റില്ല. L(t⁻⁻1) മൊത്തത്തിലാണ് നമ്മൾ ആ പവർ y കൊടുക്കുന്നത്. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം കൊടുക്കാൻ. സോ (y). ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഇവിടെ നമ്മളൊരു ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, ആ ബ്രാക്കറ്റിനെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ പവറിനെ ഓരോന്നിനായിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. സോ LHSൽ ഇവിടെ മാറ്റമൊന്നുമില്ല, അത് അതുപോലെ തന്നെ എടുത്തെഴുതിയാൽ മതി. mL² t⁻⁻2 ഈക്വൽ ടു, ഇതിനപ്പുറത്ത് എന്താ വരുന്നത്, m⁻x. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ 2 വാല്യൂസ് ആയിട്ട് വരുന്നുണ്ട്. ഒന്നാമത്തെ വാല്യൂ L ആണ്, രണ്ടാമത്തെ വാല്യൂ t⁻⁻1 ആണ്. അതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന പവറാണ് y. സോ ആദ്യം Lന് y പവർ കൊടുക്കുക. സോ L⁻y. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് t⁻⁻1 ആണ്. അതിന് പവർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു t⁻⁻1⁻y. അതായത് t എന്ന് പറയുന്ന ബേസിന് 2 പവർ വരികയാണ്. ഒരെണ്ണം ബ്രാക്കറ്റിനുള്ളിലും ഒരെണ്ണം ബ്രാക്കറ്റിന് പുറത്തും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 2 പവേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രാക്കറ്റ് കണ്ടോ, ആ ബ്രാക്കറ്റിൻ്റെ സ്ഥാനത്ത് ഇൻറ്റു ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും, t⁻2 ബേസ് എഴുതുന്നു, ദെൻ -1 ഇൻറ്റു y എന്ന് വെച്ചാൽ എന്താണ്, -1 ഇൻറ്റു y. ഇവിടെ എഴുതി നോക്കാം, -1 ഇൻറ്റു y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, 1 ഇൻറ്റു y അല്ലേ. 1 ഇൻറ്റു y എന്ന് വെച്ചാൽ y. ഒരെണ്ണം മൈനസ് വാല്യൂ വരുന്നില്ല, ഇവിടെ -1 വന്നാണ്ട് ഒരു മൈനസ് വാല്യൂ വരുന്നത് കൊണ്ട് ഈ ആൻസറിൽ എന്ത് കൊടുക്കണം, മൈനസ് കൊടുക്കണം. സോ -1 ഇൻറ്റു y ഈസ് ഈക്വൽ ടു -y. ഒരു കാര്യം ചെയ്യാം, നമുക്കത് ഇവിടെയും കൊടുക്കാം. സോ ഇതങ്ങ് മാറ്റിയിട്ട് നമുക്കവിടെ -y എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതേണ്ടത്, ഇവിടെ mL² t⁻2 ഈക്വൽ ടു m⁻x L⁻y ആൻഡ് t⁻−y. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ഡയമെൻഷനും ഒന്നിലധികം തവണ റിപ്പീറ്റ് ചെയ്യുന്നില്ല. m ഒരു തവണയേ ഉള്ളൂ, L ഒരു തവണയേ ഉള്ളൂ, t ഒരു തവണയേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ RHSലും കഴിഞ്ഞ കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ ചെയ്തപ്പോഴാണെങ്കിൽ നമുക്കിങ്ങനെ കമ്പൈൻ ചെയ്യണമായിരുന്നു. കാരണം 2 സ്ഥലത്തായിട്ടൊക്കെ എല്ലിൻ്റെ വാല്യൂസ് കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് നോക്കാം, ഈ ഒരു നമ്മൾ കാണാൻ പോകുന്ന, നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന കറക്റ്റ് ഇക്വേഷനിൽ എല്ലാ ഡയമെൻഷൻസ്, 2 ഭാഗത്തെയും ഡയമെൻഷൻസ്, 2 ടേംസിൻ്റെയും ഡയമെൻഷൻസ് തുല്യമായിട്ട് വരണ്ടേ. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് അനുസരിച്ച് ഈ 2 ഭാഗത്തെയും ഡയമെൻഷൻസ് തുല്യമാവണം. ഇവിടെ നോക്കുമ്പോൾ എന്താണ് അവസ്ഥ, ഇവിടെ എമ്മിൻ്റെ പവർ x ആണ്, ഇവിടെയാണെങ്കിലോ m ഒറ്റയ്ക്ക് നിൽക്കുവാണ്, തന്നെ നിൽക്കുവാണ്. അതായത് എമ്മിൻ്റെ പവർ എത്രയാണ് ഇവിടെ, 1 അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിട്ട് വരണം, 1. എന്നാലല്ലേ ഈ 2 ഡയമെൻഷൻസും ഈക്വലായിട്ട് വരുള്ളൂ. സോ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എഴുതാം, എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 1 ആണ്. x ഈക്വൽ ടു 1. ഇനി നമുക്ക് കാണേണ്ടത് വൈയുടെ വാല്യൂ ആണ്. വൈയുടെ വാല്യൂ എല്ലിൻ്റെ പവറായിട്ട് y ഉണ്ട് ഇവിടെ. ഇപ്പുറത്തെ എല്ലിൻ്റെ വാല്യൂ എത്രയാണ്, എല്ലിൻ്റെ പവർ എത്രയാണ്, 2 ആണ്. അപ്പോൾ ഇത് രണ്ടും 2 പവറായിട്ടാണ് കിടക്കുന്നത്. ഡയമെൻഷൻസ് തുല്യമാവണമെങ്കിൽ ഈ വൈയുടെ സ്ഥാനത്ത് എന്ത് തന്നെ വരണം, 2 തന്നെ വരണം. അല്ലെങ്കിൽ വൈയുടെ വാല്യൂ എന്തിന് തുല്യമാവണം, 2ന് തുല്യമാവണം. അപ്പോഴല്ലേ എല്ലിൻ്റെ വാല്യൂ 2 സ്ഥലത്തും പവേഴ്സ് 2 സ്ഥലത്തും സെയിം ആവുള്ളൂ. സോ അതും നമുക്ക് എഴുതാം. വൈയുടെ വാല്യൂ എന്ത് വരണം, 2. y ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് എക്സിൻ്റെ വാല്യൂവും വൈൻ്റെ വാല്യൂവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അൺനോൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം, എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂവും ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനായി. ഇവിടെ കൊടുക്കുക, എക്സിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ വാല്യൂ കൊടുക്കുക, വൈയുടെ സ്ഥാനത്ത് വൈയുടെ വാല്യൂ കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് എഴുതി നോക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 മാറ്റി എഴുതാം. ഇക്വേഷൻ നമ്പർ 1 ബിക്കംസ്
E ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു കെ, ഇതുവരെ നമ്മൾ എഴുതി. ഇനി എന്താണ്? എം റേസ് ടു എക്സ്, എം റേസ് ടു എക്സ് അല്ലേ. എക്സിൻ്റെ വാല്യൂ ഇപ്പം നമുക്ക് എത്ര കിട്ടിയത്? 1 അല്ലേ. അതുകൊണ്ട് നമുക്കിവിടെ 1 കൊടുക്കാം, എം റേസ് ടു 1. അത് കഴിഞ്ഞാൽ പിന്നെ വി റേസ് ടു വൈ ആണ്. വി റേസ് ടു വൈയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് 2 ആണ്. അപ്പോൾ വൈയുടെ വാല്യൂ 2 നമുക്കവിടെ കൊടുക്കാം. അപ്പോൾ ഇതെന്താ വരുന്നത് നോക്കൂ. ഇ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അല്ലേ, എം ഒറ്റയ്ക്കാണ്. ദാറ്റ് മീൻസ് നമ്മൾ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സോ എം എന്ന് എഴുതിയാൽ മതി, എം റേസ് ടു 1 വേണ്ട, എം എന്ന് എഴുതുക. ദെൻ പിന്നെ അപ്പുറത്ത് എന്താണ്? വി സ്ക്വയർ. ഓക്കെ, വി സ്ക്വയർ. ആൻഡ് ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി. അപ്പോൾ ഗതികോർജ്ജത്തിൻ്റെ സമവാക്യമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം വി സ്ക്വയർ.